ആവേശത്തിൽ ഒട്ടും ചോരാതെയാണ് തൃശൂർ ഇപ്പോഴും നിൽക്കുന്നത്. 30 ആനകൾ അണിനിരന്ന കുടമാറ്റം അവസാനിച്ചു. എന്നാലും പൂരപ്രേമികളുടെ ആവേശം ഒട്ടും ചോരാതെയാണ് ഇപ്പോഴും തുടരുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ വെട്ടിക്കുറച്ചെങ്കിലും മേളപ്പെരുമയിൽ ഒട്ടും കുറവില്ല. മേളപ്പെരുമയിൽ ഒട്ടും ആവേശം ചോരാതെയാണ് ആളുകൾ പൂരനഗരിയിൽ നിൽക്കുന്നത്. മാത്രമല്ല പൂരപ്രേമികളിൽ ആവേശം നിറച്ച എലിഞ്ഞിത്തറ മേളം അവസാനിച്ചെങ്കിലും കുടമാറ്റത്തിൽ ആ ആവേശം വീണ്ടും ഇരട്ടിയാവുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ പൂരനഗരിൽ നിന്നും ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ആവേശം ഒട്ടും ചോരാതെയാണ് ഈ കുടമാറ്റം അവസാനിച്ചത് എന്ന് തന്നെ പറയാം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകളൊക്കെ വെട്ടിക്കുറച്ചെങ്കിലും പൂരപ്രേമികൾ അതിലൊന്നും അസ്വസ്ഥരായില്ല എന്ന് വേണം പറയാൻ. അവരുടെ ആവേശം നമുക്ക് കേൾക്കാവുന്നതാണ്. മാത്രമല്ല പൂരപ്രേമികൾ ആവേശം നിറച്ച ഇലഞ്ഞിത്തറ മേള അവസാനിച്ചതിന് ശേഷം കുടമാറ്റത്തിൽ ആവേശം തിരിച്ചു പിടിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാനല്ലേ? അതെ ഉമ, വളരെ ആവേശപൂർവ്വം തന്നെ ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങ് കുടമാറ്റം അതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പൂരം പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാനാവില്ല. പൂരത്തിന്റെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ആകർഷകമായ ഇനങ്ങൾ, പൂരത്തിന്റെ ഏറ്റവും ആകർഷകമായ ഇനങ്ങൾക്ക് സമാപനമായിരിക്കുന്നു എന്ന് പറയാം. കാരണം മടത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, അതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ. അത് മൂന്നും കഴിഞ്ഞിരിക്കുന്നു. മേളം അതിന്റെ അത്യാവേശത്തിൽ തന്നെ മടത്തിൽ വരവ് പഞ്ചവാദ്യമാണെങ്കിലും ഇലഞ്ഞിത്തറ മേളമാണെങ്കിലും പൂർണ്ണ ആവേശത്തോടെ തന്നെയാണ് അത് കൊട്ടി കലാശിച്ചത്. കുടമാറ്റം പ്രതീകാത്മകമായി നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. അതായത് സാധാരണഗതിയിൽ 50 സെറ്റ് കുടകളൊക്കെയാണ് ഇരു വിഭാഗങ്ങളും വാനിലേക്ക് ഉയർത്തുക. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂർ സമയമെടുക്കും. ഒരു 5 മണിക്ക് തുടങ്ങിയാൽ 7 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് സാധാരണഗതിയിൽ കുടമാറ്റം. പക്ഷേ ഇത് പ്രതീകാത്മകമായി ഏതാണ്ട് ഒരു 15 മിനിറ്റ് മാത്രം കുടമാറ്റം നടക്കും എന്നാണ് ദേവസ്വം അറിയിച്ചത്. അതിന് പ്രകാരം തന്നെ ഇന്ന് കുടമാറ്റം നടത്തിയാണുണ്ടായത്. ഒരു 20-25 മിനിറ്റ് മാത്രമായിരുന്നു കുടമാറ്റം നടന്നത്. പല വർണ്ണക്കുടകൾ, ഇരുവിഭാഗങ്ങളും വർണ്ണക്കുടകൾ വാനിലേക്ക് ഉയർത്തുന്ന ആവേശകരമായ കാഴ്ച കണ്ടു. അത് ജനക്കൂട്ടം ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണോ എല്ലാ വർഷവും ഈ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം കാണാൻ ആളുകൾ തിങ്ങി നിറഞ്ഞ് എത്തുക, അതേപോലെ തന്നെ അതിലൊരു മാറ്റവും ഉണ്ടായിരുന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വായിച്ചെടുക്കണം. ഈ തിരിച്ചറിഞ്ഞ ഈ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി തന്നെയാണ് പ്രതീകാത്മകമായാണെങ്കിലും കുടമാറ്റം ഇന്ന് നടന്നത്. വളരെ ആവേശപൂർവ്വം തന്നെ ഓരോ കുടകൾ മാറി മാറി വാനിലേക്ക് ഉയർത്തുമ്പോഴും ആർപ്പുവിളി നമുക്ക് കേൾക്കാമായിരുന്നു. ഇരു വിഭാഗത്തിന്റെ ആർപ്പുവിളികൾ കേൾക്കാം. ഇത് ഒരു മത്സര ബുദ്ധിയോടെ ഇരു കൂട്ടരും നടത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതാണ് അതിന്റെ ആവേശവും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ പരസ്പരം അഭിമുഖമായി അണിനിരന്ന് 15 ആനകൾ ആണ് പരസ്പരം അഭിമുഖമായി അണിനിരക്കുക. ആനകളുടെ പുറത്താണ് വർണ്ണക്കുടകൾ വാനിലേക്ക് ഉയർത്തത്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തന്നെയാണ് കുടമാറ്റത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. അവർ ഒരു വർഷം നീണ്ട അധ്വാനമാണ്. സാധാരണ ഇത്രയൊന്നുമല്ല, വളരെ വ്യത്യസ്തമായ വ്യത്യസ്ത ഒരുപാട് കുടകൾ ഓരോ വർഷവും വാനിലേക്ക് ഉയർത്തുന്നതാണ്. പക്ഷേ ഇത്തവണ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പ്രതീകാത്മകമായി മാത്രമേ കുടമാറ്റം ഉണ്ടാകൂ എന്ന് അറിയിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രതീകാത്മകമായി തന്നെയാണ് കുടമാറ്റം നടന്നതെങ്കിലും വ്യത്യസ്തമായ കുടകൾ, വർണ്ണക്കുടകൾ ഉയർത്തുന്നത് നമുക്ക് കാണാനായി. തിരുവമ്പാടി വിഭാഗത്തിലെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഗജരാജ് തിരുവമ്പാടി ചന്ദ്രശേഖരനായിരുന്നു തിരുവമ്പാടി വിഭാഗത്തിന്റെ തിടം തെറ്റിയത്. പാറമേക്കാവ് തൃക്കടവൂർ ശിവരാജു ആണ് പാറമേക്കാവ് വിഭാഗത്തിന്റെ തിടം തെറ്റിയത്. അങ്ങനെ ഇരു വിഭാഗങ്ങളുടെ ആനകൾ 15 ആനകൾ വീതം ഇരു വശങ്ങളിലുമായി അണിനിരന്ന് അഭിമുഖമായി നിന്ന് ആണ് ഈ കുടമാറ്റം നടന്നത്. ഏതാണ്ട് 5:15 ഈ കുടമാറ്റം ആരംഭിച്ച 6:15 കുടമാറ്റം അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 15 മിനിറ്റ് പറഞ്ഞെങ്കിൽ ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം അത് സ്വാഭാവികവുമാണ്. പക്ഷെ ഇത്രയൊന്നുമല്ല, ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നതാണ് ഈ കുടമാറ്റം. അത് ഉണ്ടായിരുന്ന ഏതാണ്ട് ചടങ്ങുകൾ ഈ കുടമാറ്റം പ്രതീകാത്മകമായാണ് നടത്തിയത്. ഇനി ഏറ്റവും വർണ്ണമായ ഒരു ചടങ്ങും കൂടി സാധാരണഗതിയിൽ ബാക്കിയുണ്ട്. അത് വെടിക്കെട്ടാണ്. അത് നാളെ പുലർച്ചെ 3 മണി 4 മണി ആ സമയത്താണ് ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് നടക്കേണ്ടത്. പക്ഷേ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഭാഗങ്ങൾ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് വെടിക്കെട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ കുടമാറ്റത്തോടെ ഇന്നത്തെ പകൽപൂരത്തെ സമാപനമായി എന്ന് പറയാം. അതൊക്കെ രാത്രി ഈ പൂരം ആവറും. ഇന്ന് പകൽ എന്തൊക്കെ മേളങ്ങളാണ് നടന്നത് അതെല്ലാം രാത്രിയും ഉണ്ടാവും. രാത്രിയും എഴുന്നേൽപ്പൊക്കെ അതുപോലെ തന്നെ നടക്കും. നാളെ പകൽപൂരമാണ്. നാളെ രാവിലെ 8 മണിയോടെ പകൽപൂരം, ഇരു വിഭാഗങ്ങളുടെ പകൽപൂരം ഈ ക്ഷേത്ര മൈതാനത്ത് നടക്കും. ഇന്നിപ്പോൾ തെക്കേ ഗോവിന്ദമലയായിരുന്നു പ്രധാന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചെങ്കിൽ
നാളെ പടിഞ്ഞാറേ നട ശ്രീമൂലസ്ഥാനം അവിടെയാണ് പകൽപ്പൂരം നടക്കുക. ഇരുഭാഗങ്ങളുടെയും പകൽപ്പൂരം രാവിലെ 8 മണിക്ക് തുടങ്ങി 12:30യോടെയാണ് അവസാനിക്കുക. 12:30 ഇരുഭാഗം ദേവിമാരും ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് ഈ 36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരത്തിന് സമാപനമാവുക.